ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ലെറ്റർ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഓക്കെ, അതിലൂടെ ഞാൻ ഓഫ് ക്യാമറ ആയിട്ട് ഇതിൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്തായിരുന്നു. ഞാനതൊരു മെൻഡിങ് ബുക്ക് ആഡ് ചെയ്തു. പിന്നെ ഇന്നലെ കണ്ടുപിടിച്ച ഇന്നലെ കൊണ്ടുവന്ന ഒരു 22 ഷൾക്കർ ഷെല്ലിനെ ഞാൻ ഷൾക്കർ ബോക്സ് ആക്കിയിട്ട് എൻ്റെ എൻട്രച്ചസിൽ ഞാൻ പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിനും ഞാൻ കളറും ചെയ്തിട്ടുണ്ട്, റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റെഡ് ഷൾക്കർ ബോക്സ് റോക്കറ്റിന് വേണ്ടിയിട്ട്, ഈ ഒരു യൂട്ടിലിറ്റീസ് ഒരു പിങ്ക് യൂട്ടിലിറ്റീസിന്, പിന്നെ ഈ ഒരു ഗ്രേ എനിക്ക് ഈ ഒരു ഗ്രേ പെട്ടി വാല്യുബിൾസിന്, ഈ ഒരു മഞ്ഞ ഗോൾഡൻ ക്യാരറ്റിന്, ഈ ഒരു ഓറഞ്ച് ടോട്ടത്തിന്. പക്ഷേ ടോട്ടം എൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു റൈഡ് ഫാം സെറ്റ് ചെയ്യും, അപ്പോൾ നമുക്ക് ടോട്ടവും കുറേ കിട്ടിക്കോളും. പിന്നെ ഈ ഒരു 3 റിസോഴ്സ് പെട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏതൊരു ഫാർമോ അല്ലെങ്കിൽ ബിൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്യാനായിട്ടും, പിന്നെ ഞാൻ എങ്ങോട്ടേലും ഞാൻ കൂടുതലും ഈ ഒരു ഇലക്ട്രിക് വെച്ച് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന കുറേ ഐറ്റംസ് വെക്കാനായിട്ടും കൂടെ 3 റിസോഴ്സ് പെട്ടികൾ. ഓക്കെ, പിന്നെ ഈ ഒരു 3 ഷൾക്കർ ബോക്സ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ഓക്കെ, ബാക്കി 3 ഞാൻ എന്തിനേലും ചുമ്മാ വെച്ചേക്കാം വല്ലതും. ഓക്കെ, പിന്നെ ഈ ഒരു യൂട്ടിലിറ്റീസ് പെട്ടിക്കകത്തും പിന്നെ ഈ ഒരു വാല്യുബിൾ പെട്ടിക്കകത്തും മാത്രമേ ഇപ്പോൾ ഒരു ഐറ്റംസ് ഉള്ളൂ. യൂട്ടിലിറ്റീസിന് ഇത്രയുണ്ട്, പിന്നെ ഈ ഒരു വാല്യുബിൾസിന് ഇത്ര ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡ്രാഗൻ്റെ ഹെഡും എഗ്ഗെല്ലാം ഞാൻ ചുമ്മാ വെച്ചേക്കാണ്. ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അത് ഞാൻ അറിയാണ്ട് തന്നെ ചുമ്മാ പോയി ക്ലിക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടും എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കുന്നത്. ഞാൻ വല്ല ബിൽഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഡെക്കറേഷനായിട്ട് വെക്കാം. ഓക്കെ, ഞാൻ പൊടിച്ച് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങോട്ടേക്ക് ഒരു ഷുഗർ കെയിൻ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗർ കെയിൻ ഫാമും പിന്നെ ഒരു മെലൺ ഫാമൊക്കെ ചെറുതായിട്ടൊക്കെ അത് ഞാൻ ഓഫ് ക്യാമറ തന്നെ പൊട്ടിച്ച് കളഞ്ഞു. ഒരു ചെറിയ മരമൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. എനിക്കിപ്പോൾ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ അത് വേണ്ടായിരുന്നെന്ന് തോന്നി. ഓക്കെ, അതുകൊണ്ട് ഞാനത് പൊട്ടിച്ച് മാറ്റി. ഓക്കെ, വേണ്ടിരിക്കുന്ന മറ്റേ എൻ്റെ ലീവ്സും ആ ഒരു ട്രീയും പിന്നെ എൻ്റെ വുഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് 51 ഷുഗർ കെയിൻ അവിടെ നിന്ന് കിട്ടി. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ബോൺ മീൽ. ഓക്കെ, കാരണം എൻ്റെ ഇപ്പോൾ ഈ ഒരു 51 റോക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പറക്കാൻ വേറെ റോക്കറ്റൊന്നുമില്ല. ഓക്കെ, നേരത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷുഗർ കെയിൻ വെച്ച് എനിക്ക് കുറച്ചൊക്കെ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു ഷൾക്കർ ബോക്സ് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അധികം ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷൾക്കർ ബോക്സ് നിറച്ചെടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് ഗൺപൗഡറിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷുഗർ കെയിൻ ഫാം വെച്ച് ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് 10 വർഷം എടുത്തേനെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാക്കുന്ന ഒരു ഫാമിൽ നിന്ന് എനിക്ക് നമ്മൾ കൊടുക്കുന്ന ബോൺ മീൽ അനുസരിച്ച് അതിൻ്റെ ഇരട്ടി നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഷുഗർ കെയിന്. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നമുക്ക് ഗ്യാദർ ചെയ്യണം ഈ ഒരു ബ്ലാക്ക് പെട്ടിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെട്ടി അവിടെ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ മോം ഫാർമിൻ്റെ അടുത്ത് തന്നെയാണ്. അതാകുമ്പോൾ അവിടുന്ന് തന്നെ ആ ഒരു ബോൺ മീലും കിട്ടും, അവിടുന്ന് തന്നെ നമുക്ക് ഗൺ പൗഡറും കിട്ടും, ഈ ഷുഗർ കെയിനും കിട്ടും. അത് വെച്ച് നമുക്ക് റോക്കറ്റ് അവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു മോബ് ഫാർമിൽ തന്നെ എനിക്ക് കുറേ ഗൺ പൗഡർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഗൺ പൗഡറിൻ്റെ കാര്യം ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ ഒരു പിന്നെ അവിടെ കുറേ സ്റ്റാക്ക് കണക്കിന് ഫാർമിൽ തന്നെ എനിക്ക് സ്റ്റാക്ക് കണക്കിന് ബോണും കിട്ടും എന്ന് വിചാരിച്ചാൽ ഈ ബോൺ മീൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബോൺ മീൽ വെച്ച് വർക്കാവുന്ന ഈ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഉണ്ടാക്കാനുള്ള റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. റിസോഴ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പെട്ടിക്കകത്ത് നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പെട്ടിക്കകത്തെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചെടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു പെട്ടി തന്നെ പൊട്ടിക്കട്ടെ, എൻ്റെ ജസ്റ്റ്. ഓക്കെ, എൻ്റെ റോക്കറ്റ് എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എൻജാൻ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിരിക്കും. ഇങ്ങോട്ടേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുണ്ടാക്കുന്നതിൻ്റെ ചെറിയ ടൈം ലാപ്സ് നിങ്ങളൊന്നേ കണ്ടിട്ടോ. ഓക്കെ, ഫാർമ് കംപ്ലീറ്റ് ചെയ്തു. നല്ല സിമ്പിൾ ഫാർമായിരുന്നു. വലിയ റിസോഴ്സൊന്നുമില്ല. നമുക്ക്
ഏർലി ഗെയിമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് കൊണ്ട് നമുക്ക് ബോൺ മീൽ നിറച്ചാൽ മതി. ഓക്കെ, ബോൺ മീൽ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അതെല്ലാം നമുക്കൊന്ന് കംപ്ലീറ്റ് ബോൺ മീലാക്കാം. ഓക്കെ ഓക്കെ, ഇതിനകത്ത് ഞാൻ വേറെ പെട്ടിയൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. സോ 9 സ്റ്റാക്കേ നമുക്ക് ഇതിനകത്ത് മാക്സിമം നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബാക്കി നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ചുമ്മാ നിന്നാൽ മതി, നമുക്ക് കുറേ ഷോർട്ടിന് അവിടെ കിട്ടും. ഓക്കെ, ഞാനിവിടെ കുറേ നേരം കൊണ്ട് നിൽക്കുവാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ഫാമിങ് ഓഫാക്കി. ഓക്കെ, ഇപ്പോൾ ബോൺമീലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എത്ര കിട്ടി നോക്കാം. ഓക്കെ, ഒരു സ്റ്റാക്ക്. ഓക്കെ, മുകളിലത്തെ ആ 2 ലെയർ നിറയാറായിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റാക്ക് വെച്ച് കഴിഞ്ഞാൽ 2 ലെയർ നിറയും. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഓക്കെ, ഇത് കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. എല്ലാം കയ്യിലോട്ടെടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ ഇത് കംപ്ലീറ്റ് റോക്കറ്റ് ആക്കാം. ആ ഒരു ഷൾക്കർ ബോക്സ് ഇപ്പം തന്നെ നിറയുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ പറ്റുന്ന നിറച്ച് വെക്കാം. ഇവിടെ തന്നെ ഈ ഒരു ബോൺ മീലൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഈ ഒരു ഗൺ ബോർഡറൊക്കെ ഉണ്ട്. എൻ്റെ റോക്കറ്റ് പെട്ടിങ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇവിടെ തന്നെയുള്ള ക്രാഫ്റ്റ് ടേബിൾ എടുത്തിട്ട് അതിനകത്ത് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ഷുവറല്ല പേപ്പറാക്കാം. ഓക്കെ, കുറേ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇൻവെൻറ്ററി വെച്ച് തന്നെ നമുക്ക് കംപ്ലീറ്റ് പോക്കറ്റ് ആക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഗൺ ബോർഡർ എടുക്കാം. ഓക്കെ, പിന്നെ ഇൻവെൻറ്ററി നിറഞ്ഞ് ഇവിടെ തിരിച്ച് വെച്ചേക്കാം. ഓക്കെ, എല്ലാം റോക്കറ്റ് ആക്കുമ്പോൾ ഓക്കെ, എല്ലാം ഓക്കെ, എല്ലാം റോക്കറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഓക്കെ, ഒരു ഏകദേശം ഷൾക്കർ നിറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓക്കെ, ഇത് ഇപ്പം തന്നെ സെറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഈ ഒരു റോക്കറ്റിൻ്റെ ആവശ്യം വരും, ഈ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു ഫാമിനെ സെറ്റ് ചെയ്തത്. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് വെച്ചിട്ടോ. അയ്യോ, ഇപ്പോൾ ചത്താന്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീടുണ്ടാക്കിയ സമയത്ത് ഇവിടെ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഫ്ലാറ്റ് അല്ലായിരുന്നു. ഞാൻ കുറച്ച് ഇതുപോലെ മല അങ്ങോട്ട് കംപ്ലീറ്റ് കുറച്ച് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങോട്ടേക്ക് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മൈൻഡ് ചെയ്ത് ഫ്ലാറ്റാക്കി ഈ ഒരു നിരപ്പിൽ കൊണ്ട് എത്തിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീടുണ്ടാക്കി വെച്ചത്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുകൂടെ ഒന്ന് ബാക്കി പൊളിച്ച് കളയാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് ക്ലീൻ ആക്കണം. ഇതിൻ്റെ പൊക്കത്തിന് കൊണ്ടുപോയി ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല പവറായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് ഈ ഒരു വീടിരിക്കുന്ന മൈ ലെവലിൽ കൊണ്ടെത്തിക്കണം. ഓക്കെ, അതാണ് നീ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ എഫിഷ്യൻസി 4 ഷാവിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡർട്ടിൻ്റെ അടുത്തുനിന്ന് കൊണ്ട് ചെന്നാൽ വന്നാൽ മതി, എല്ലാം പൊട്ടിച്ച് കാര്യം കിട്ടിക്കോളും. ഓക്കെ,
അപ്പോൾ അത് പൊട്ടിക്കുന്ന ടൈം ലാപ്സ് നിങ്ങളൊന്നേ കണ്ടിട്ടോ. ഇത് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ മൈൻഡ് ചെയ്തതിൻ്റെ അത്രയും ഒന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം ഉണ്ടായിരുന്നു കേസ്. അവിടുന്ന് എനിക്ക് എത്ര 9 സ്റ്റാക്ക് ഡർട്ടൻ കണ്ടേ കിട്ടിയുള്ളൂ. ഇതിപ്പോൾ ഒരു ആൾക്കാർ നിറച്ച് ഡർട്ടനെ കിട്ടി കേസ് ഇത്ര ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ. പക്ഷേ ഈ എഫിഷ്യൻസി ഈ 4 ഷവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് മൈൻഡ് ചെയ്യാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം ഇരുന്ന് ഞാൻ മൈൻഡ് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഇവിടെ മുകളിൽ ഇപ്പോൾ സ്റ്റോണൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് പനി ഡർട്ടാക്കണം അല്ലെങ്കിൽ ഗ്രാസ് ആക്കണം. പിന്നെ ഇവിടെ കുറച്ച് കേവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അടച്ച് പോർട്ടലും ഞാൻ മാറ്റി അവിടുന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പെട്ടി ഞാൻ എടുത്തേക്കാം. ഓക്കെ, പറന്ന് കാണിച്ചു തരുന്നത് ഇവിടെ ഇപ്പോൾ എത്ര സ്ഥലമുണ്ടെന്ന്. കുറേ സ്ഥലമുണ്ട് ഇതൊന്ന് ഓഫ് ആൻഡ് കയറി. ഇവിടെ ഇപ്പോൾ കുറേ സ്ഥലമുണ്ട്, നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കാം. ഓക്കെ, വീടിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേസ്. ഈ ഒരു സ്റ്റോണെല്ലാം മാറ്റിയിട്ട് ഡർട്ടാക്കണം. അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. ഓക്കെ, കുറച്ചിങ് എടുക്കാം. ഓക്കെ, 2 സ്റ്റാക്ക് വരുന്ന ഇത് മാറ്റുന്നതിൻ്റെ ടൈം ലാപ്സും ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, എല്ലാം ഡർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ 3 സ്റ്റാക്ക് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്റ്റോൺ ജനറേറ്ററാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വില്ലേജ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഈ ഒരു ബേസിൻ്റെ താഴെ, എൻ്റെ ഒരു വീടിൻ്റെയൊക്കെ താഴെ ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞാനൊരു വില്ലേജ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനോട് ഉപയോഗിക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റോൺ ബ്രിക്കും വുഡൊക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോണിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അത് അവിടെ പോയിട്ട് മൈൻഡ് ചെയ്തതിന് പേരും നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് മൈൻഡ് ചെയ്താൽ നല്ലത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് ഞാനത് ഉണ്ടാക്കിയേനെ. ഇപ്പോഴാണ് ഈ ഒരു റോക്കറ്റിൻ്റെ ഷോർട്ടേജ് വന്നത്. ഓക്കെ, അത് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു ആൾക്കാർ നിറച്ച് റോക്കറ്റ് ഉണ്ട്. ഉണ്ടോ? ഇന്നത്തെ എപ്പിസോഡ് തരുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം.